കഴിഞ്ഞ 2-ാം തീയതി ബാങ്കിന് സമീപത്തെത്തി വാഹനത്തിൽ നിന്ന് ഇറങ്ങുവാൻ തുടങ്ങുമ്പോൾ CPM-ന്റെ ലോക്കൽ സെക്രട്ടറി ആയിരിക്കുന്ന അമൽ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തോടൊപ്പം 7-8 പേരുണ്ടെന്ന് തോന്നുന്നു. 8 പേരും ചേർന്ന് എന്നെ വാഹനത്തിനുള്ളിൽ വെച്ചും വാഹനത്തിന് വെളിയിൽ വെച്ചും ആക്രമിക്കുകയുണ്ടായി. എന്താണ് ഇതിന് കാരണമെന്ന് എനിക്കിപ്പോഴും വ്യക്തമാകുന്നില്ല. അവർ എന്നോട് ചോദിച്ച ചോദ്യം, താങ്കൾ എന്തിനാണ് ഞങ്ങളുടെ കൊടിയെടുത്തത്? അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, ഞാൻ കൊടിയെടുത്തിട്ടില്ല. സംസാരവും അടിയും നടക്കുന്നു, അടിയുടെ ഇടയ്ക്കാണ് സംസാരം വരുന്നത്. കൊടിയെടുത്തിട്ടില്ല എന്ന് പറയുമ്പോഴും മർദ്ദനം തുടരുകയാണ്. അവിടെ നിന്ന് ഞാൻ ബാങ്കിലേക്ക് ഓടി കയറിയപ്പോൾ എന്റെ പുറകെ ഓടി അവർ ഞങ്ങളുടെ ബാങ്ക് വസ്തുവിനുള്ളിൽ കടന്ന് എന്നെ അവിടുന്ന് പിടിച്ച് അവിടെ നിരത്തിട്ട് വീണ്ടും അടിക്കുന്നുണ്ടായി. അവിടുത്തെ ഓട്ടോറിക്ഷ തൊഴിലാളികളും പൊതുവായി നിന്ന ആൾക്കാരും ഇടപെട്ടപ്പോഴാണ് ഇവർ മർദ്ദനം നിർത്തിയത്. ഇതിന് കാരണമായി അവർ പറയുന്നത്, ഞങ്ങളുടെ ബാങ്കിൽ ലോൺ വെച്ചിരിക്കുന്ന ഒരു വസ്തു, അതിൽ നിന്ന് ഉടമ ഒരു ദിലീപ് എന്ന് പറയുന്ന ആളാണ് എൻ്റെ ഉടമ. അതിന്റെ സർവേ നമ്പർ 161/18 തോന്നുന്നു. അങ്ങനെ ഞങ്ങളുടെ ബാങ്കിൽ ലോൺ വെച്ചിരിക്കുന്ന ഒരു വസ്തുവാണ്. ആ വസ്തു ജപ്തിയായി കിടക്കുകയാണ്, RR നടപടികൾക്ക് വിധേയമാണ്. അതുകൊണ്ട് അതിൽ മരം മുറിക്കാൻ ഒക്കില്ല എന്ന് പറഞ്ഞ് ഇവര് അവിടെ മരത്തിൽ കൊടി കെട്ടിയെന്നും ഈ കെട്ടിയ കൊടി അതേ ദിവസം രാത്രിയിൽ അവിടെ നിന്ന് നഷ്ടപ്പെട്ടു പോയി എന്നുമാണ് പറയുന്നത്. ആ കൊടി നഷ്ടപ്പെട്ടതിന്റെ ഉത്തരവാദിത്വം ഞാനാണ്, ഞാൻ കൊടിയെടുത്തു എന്നാണ് ഇവർ പറയുന്നത്. എന്തൊരു വിരോധാഭാസമാണ്! യാതൊരു തെളിവുമില്ലാതെ, അല്ലെങ്കിൽ അതുമായി ഉപോത്ഭകമായി അവർക്ക് ഒരു രേഖകളും ഇല്ലാതെ ഒരു മനുഷ്യനെ അല്ലെങ്കിൽ എന്നെ ആക്രമിച്ചു എന്ന് പറയുമ്പോൾ അതിനകത്തെ ഗൂഢാലോചന എന്താണെന്ന് പൊതുസമൂഹത്തിന്റെ മുന്നിൽ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഇന്ന് ഈ പത്രസമ്മേളനം വെച്ചിരിക്കുന്നത്. പലരും എന്നോട് ചോദിച്ചു, നിങ്ങൾ കൊടിയെടുത്തോ? അവരത് പറഞ്ഞുണ്ടാക്കുന്നത് രാത്രി 2 മണിക്ക് എന്നെ അവിടെ ഒരാൾ കണ്ടു, ഒരു മീൻ കച്ചവടക്കാരൻ കണ്ടു. രാവിലെ 5 മണി, പിന്നീട് പറഞ്ഞു രാവിലെ 5 മണിക്ക് എന്റെ വാഹനം, അതായത് പ്രസിഡന്റ് എന്ന് എഴുതിയ ബോർഡ് വെച്ച വാഹനം അതുവഴി പോയി എന്ന് പറയുന്നു. എന്റെ പേരിൽ 3 വണ്ടിയുണ്ട്, നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിൽ പരിശോധിക്കാം. എന്റെ ഈ പ്രസിഡന്റ് എന്ന് എഴുതിയ വണ്ടിക്കകത്താണെങ്കിൽ ടാക്സി വെഹിക്കിളാണ്, അതിനകത്ത് എല്ലാവിധമായ സംവിധാനവും ഉണ്ട്. അപ്പോൾ പരിശോധിച്ചാൽ എന്റെ വാഹനം അതുവഴി പോയിട്ടുണ്ട്. എന്റെ പേരുള്ള 3 വാഹനത്തിൽ ഏതെങ്കിലും ഒരെണ്ണം അതുവഴി പോയിട്ടുണ്ടെന്ന് സംബന്ധിച്ചാൽ ഞാൻ ഇത് ഇവർ പറയുന്നത് ശരിയാണെന്ന് പറയാൻ അംഗീകരിക്കാം. എന്നെ വളരെ മൃഗീയമായി ആക്രമിച്ചു, എന്നെ കൊലപ്പെടുത്തുവാൻ വിളിച്ചു പറയുന്നത്, നിന്നെ ഞങ്ങൾ കൊല്ലും, നിന്നെ ഇല്ലാതാക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇവർ എന്നെ ആക്രമിക്കുന്നത്. ഞാൻ പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറഞ്ഞത്, ഞങ്ങളുടെ ബാങ്ക് അതിക്രമിച്ച് കടന്ന് ഇൻ ദ പ്രിമൈസ്, അവിടെ അതിക്രമിച്ച് കടന്നാണ് എന്നെ ആക്രമിച്ചിട്ടുള്ളത്. ഇതുവരെയും പോലീസ് കേസെടുക്കാൻ തുനിഞ്ഞിട്ടില്ല. ഒരു നടപടിയും പോലീസ്, ഞാൻ ആശുപത്രിയിൽ പോയിട്ട് ഇതുവരെ എന്നെ ഒന്ന് വിളിക്കുകയോ അല്ലെങ്കിൽ എന്നെ മൊഴിയെടുക്കുകയോ കേസെടുക്കുകയോ ചെയ്തിട്ടില്ല. അപ്പൊ ഇവിടെ സംബന്ധിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോ CPM നേതൃത്വമോ ഈ വിഷയത്തിൽ കുറ്റക്കാരാണെന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി പല കാര്യങ്ങളും കമ്മിറ്റികളും ചർച്ചകളിലും ഒക്കെ പോകുന്ന ഒരാളാണ്. എന്നാൽ ഈ പറയുന്ന ഒരു വ്യക്തിയും ഇദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന 8 പേരും എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് ചെയ്തതെന്നാണ് പ്രസക്തമായ ഒരു ചോദ്യം. ഒരു തെളിവിന്റെ ഏതെങ്കിലും ഒരു രേഖയുടെ ഒരു ബട്ടൺസുമായി ഘടിപ്പിക്കാൻ പറ്റുന്ന ഒരു നൂലിഴ ബന്ധം, അതിനപ്പുറമല്ല, ഒരു ബട്ടൺസ് വയ്ക്കുമ്പോൾ ഉണ്ടാക്കുന്ന ഒരു നൂലിഴ ബന്ധം ഞാനും ഈ വിഷയമായിട്ടുണ്ടെങ്കിൽ ഇവർ പറയുന്ന ദിവസം അവിടെ വച്ച് ഈ പറയുന്ന CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയിൽ ഞാൻ ചേരാം. ഞാൻ വെല്ലുവിളിച്ച് പറയാം, ഈ അമലിന്റെ പാർട്ടിയോ അമലിന്റെ സംഘടനയോ ഇതിൽ കക്ഷിയല്ല എന്ന് ഞാനിപ്പോൾ വീണ്ടും പറയുകയാണ്. അതേസമയം അമൽ ചെയ്ത ഈ നടപടി, ഒന്നുകിൽ പാർട്ടി നേതൃത്വം അതിൽ ഇടപെട്ട് അമലിനെതിരെ നടപടിയെടുക്കണം. പാർട്ടി നേതൃത്വം അറിഞ്ഞുകൊണ്ടല്ല എങ്കിൽ, ഇപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരിക്കൽ കൂടി പറയാം, അടിവരയിട്ട് പറയുന്നു, CPM-ന്റെ പ്രാദേശിക നേതൃത്വമോ ഒരു കമ്മിറ്റികളോ അറിഞ്ഞുകൊണ്ടല്ല അമലും ഈ പറയുന്ന ഗുണ്ടകളും ഈ ഗുണ്ടാവിളയാട്ടം നടത്തിയത്. എനിക്ക് നട്ടലിന് പരിക്കുണ്ട്. ഞാൻ അഞ്ചൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. അതിനുശേഷം എന്നെ അവിടുന്ന് വിദഗ്ധ പരിശോധനയ്ക്കായിട്ട് തിരുവനന്തപുരത്തേക്ക് വിടുകയായി മെഡിക്കൽ കോളേജിൽ പോകാൻ പറഞ്ഞു. ഞാൻ കിംസ് ആശുപത്രിയിൽ അഡ്മിറ്റായി. എന്റെ നട്ടലിന് ക്ഷതമുണ്ട്, ഞാൻ ചികിത്സയിലാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ ഈ കോളറൊക്കെ ഇട്ടിരിക്കുന്നത്.
കടലിൽ നിങ്ങൾ അവിടെ നിങ്ങൾ പത്രക്കാരെങ്കിലും അവിടെ ചെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും അവിടെ നടന്നത്. അവിടുത്തെ ഓട്ടോക്കാരോടൊക്കെ ചോദിച്ചാൽ അത്ര മൃഗീയമായിരുന്നു. ഒരു തെറ്റ് ചെയ്തിട്ട് ഒരാളെ അടിക്കുകയോ അല്ലെങ്കിൽ ഒരു സംഘർഷം ഉണ്ടാകുമ്പോൾ സംഘടന ഉണ്ടാകുമ്പോൾ പരസ്പരം അടിക്കുകയോ ചെയ്യുന്നത് മനസ്സിലാവും. പക്ഷെ ഇവിടെ എന്താണ് ഇതിന് കാരണം എന്നുള്ളതാണ് പ്രസക്തമായ ചോദ്യം. ഇപ്പോഴും അവർ പറയുന്നത് ഞാൻ കൊടിയെടുത്തെന്നാണ്. നമ്മൾ തന്നെ നിങ്ങളുടെ തന്നെ ചാനലിൽ എന്റെ മുന്നിലിരിക്കുന്ന നിങ്ങളിൽ പലരും ഇട്ട വാർത്തകൾ പോലും അത്തരത്തിലാണ്. അവിടെയും ഞാൻ കുറ്റാരോപിതനായിട്ട് പല ന്യൂസുകളും വന്നു. ഒരു യൂട്യൂബിനകത്ത് വന്ന ന്യൂസിനകത്ത് ആയൂർ ബിജുവും ലോക്കൽ സെക്രട്ടറിയും തമ്മിൽ കയ്യാങ്കളി ഉണ്ടായിരുന്നു. ഒരാളിനെ അടിക്കുമ്പോൾ മാധ്യമങ്ങൾക്ക് ഏത് രീതിയിൽ ഒരു വാർത്ത വളച്ചൊടിക്കുകയോ നേർവഴിക്ക് കൊണ്ടുപോവുകയൊക്കെ ചെയ്യാം. പക്ഷെ സത്യസന്ധമായ ഒരു വാർത്ത മാതൃഭൂമി ന്യൂസിനകത്ത് അന്ന് വരെയുണ്ടായി. തന്നെ യാതൊരു കാരണവുമില്ലാതെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ മർദ്ദിക്കുകയായിരുന്നുവെന്നും എന്നാൽ ആ വസ്തുവിൽ കെട്ടിയ കൊടി എടുത്തു മാറ്റിയതിൽ തനിക്ക് യാതൊരു ബന്ധവുമില്ലെന്നും അദ്ദേഹം പറഞ്ഞു. കൊടി കെട്ടിയിരുന്ന വസ്തുവിന് സമീപമുള്ള സ്ഥലങ്ങളിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കണമെന്നും തന്റെ വാഹനമോ താനോ കൊടി കെട്ടിയ ദിവസമോ അതിന്റെ തലേ ദിവസമോ കൊടി നഷ്ടപ്പെട്ട ദിവസമോ ആ ഭാഗത്ത് പോയിട്ടില്ലെന്നും കൊടി എടുത്തിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. എന്തെങ്കിലും തരത്തിൽ കൊടിയെടുത്തത് തെളിയിപ്പിക്കാമെങ്കിൽ താൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ചേർന്ന് പ്രവർത്തിക്കാൻ തയ്യാറാണെന്ന് കേരള കോൺഗ്രസ് മാണി വിഭാഗം സംസ്ഥാന സമിതി അംഗം ആയൂർ ബിജു വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പറയുന്ന ആളിന്റെ വസ്തുവിൽ കെട്ടിയ കൊടി എടുത്തു എന്നുള്ളതാണ്. ആ കൊടി കെട്ടാനുണ്ടായ കാരണം ഇത് റവന്യൂ റിക്കവറി നേരിടും എന്നുള്ളതാണ്. ഞങ്ങളുടെ ബാങ്കിനെ സംബന്ധിച്ച് ഈ വസ്തുവിൽ യാതൊരു വിധമായ നടപടികളും വേറെ ഞങ്ങളുടെ ബാങ്കിൽ ഇരിക്കുന്നതുകൊണ്ട് മറ്റു ബാങ്കിൽ ഇത് വെക്കാനും പറ്റില്ല. സ്വകാര്യ വ്യക്തിക്ക് സ്വകാര്യ വ്യക്തിയുടെ വസ്തുവിലുള്ള മരം മുറിക്കാനുള്ള അനുവാദം വാങ്ങണവും ഈ പറയുന്ന കൈപ്പള്ളി മുക്കിലെ ഈ പറയുന്ന ഗുണ്ട ആൾക്കാരുടെ അനുവാദം വാങ്ങണം എന്ന് പറയുന്നത് നീതിക്ക് നിരക്കാത്തതാണ്. തികച്ച നിയമലംഘനമാണ്. അവർ കാണിച്ചത് തന്നെ പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട ഒരു പതാക. അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു പതാക ഇത്തരത്തിൽ ദുർവിനിയോഗം ചെയ്തു എന്ന് പൊതുസമൂഹം പറഞ്ഞാൽ നമുക്ക് അത് തള്ളിക്കളയാൻ സാധ്യമാകില്ല. ഇംഗ്ലാം വിളിച്ചുകൊണ്ട് ഉയർത്തുന്ന ഈ പതാക ഇത്തരത്തിൽ ദുരുപയോഗം ചെയ്തതിൽ പാർട്ടിയുടെ ലോക്കൽ സെക്രട്ടറി എന്ന നിലയിൽ അദ്ദേഹം കാണിച്ചത് വലിയ ഒരു കൃത്യ വിലോപമാണ്. ഈ പതാക ഉയരുമ്പോൾ 10,000 ലക്ഷങ്ങൾ ഇംഗ്ലാം വിളിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ ഇത്തരത്തിൽ ചെയ്തത് ശരിയാണോ എന്ന് പാർട്ടി നേതൃത്വം ആലോചിക്കട്ടെ. ഞാൻ ഇപ്പോഴും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയോ ഇടതുപക്ഷത്തെയോ വിമർശിക്കുകയോ ഈ പ്രശ്നത്തിൽ അവർ പങ്കാളികളാകണം എന്നും ഞാൻ പറയുന്നില്ല. ഇതിനെക്കുറിച്ച് അടിയന്തരമായിട്ട് 2 വിഷയം. ഒന്ന്, എനിക്ക് ഇതിനകത്ത് പോലീസിന്റെ ഭാഗത്തുനിന്ന് നീതി ലഭ്യമാക്കുന്നില്ല. 2, ഇത് എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കുവാൻ ഇദ്ദേഹത്തിന്റെ പാർട്ടി തയ്യാറാകുന്നില്ല. എന്നിരുന്നാലും അവരുടെ നേതാക്കന്മാര് 1-2 നേതാക്കന്മാര് ഞാനുമായി ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു. അതിന്റെ വിശദാംശങ്ങൾ എന്നോട് ചോദിച്ചിരുന്നു. അവരതിനകത്ത് ഉചിതമായ തീരുമാനം എന്താണ് അവർ എടുക്കുന്ന അവർ ലോക്കൽ സെക്രട്ടറിയാണ് ഇതിൽ കക്ഷി ആയത് എന്നുള്ളത് കൊണ്ട്. ഇനി അത് ശേഷം മനസ്സിലാക്കുന്ന മറ്റൊരു വസ്തു കൂടെയുണ്ട്. ഈ വസ്തുവിലേക്ക് പ്രവേശിക്കുന്ന കവാടം റോഡ് അത് സ്വകാര്യ വസ്തുവാണ്. റോഡിൽ നിന്ന് ഡയറക്റ്റ് വസ്തുവിലേക്ക് ആക്സസ് ആണ്. അവിടെ ഇന്നലെ ഒരു ടിപ്പറിനകത്ത് മണ്ണ് കൊണ്ടുവന്ന് അവിടെ അടച്ച് ആ വഴി തടസ്സപ്പെടുത്തിയിരിക്കുകയാണ്. ആ വഴി സ്വകാര്യമായി 2 വ്യക്തികളുടെ വഴിയാണ്. ഈ പറയുന്ന ദിലീപിന്റെയും മറ്റൊരു വ്യക്തിയുടെയും. ഇന്നിപ്പം ഞാൻ ഇങ്ങോട്ട് വന്നപ്പം ഒരാൾ പറഞ്ഞത് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ ഇന്നലെ അതിന്റെ ഉടയൻ ആത്മഹത്യ ചെയ്തു. സത്യാവസ്ഥ എനിക്കറിയില്ല. എന്നോട് പറഞ്ഞാണ് അദ്ദേഹത്തിന്റെ വലിയ പ്രശ്നം എന്നെ അടിച്ച് അതൊക്കെ കഴിഞ്ഞ് അതിന്റെ കൂടെ ഈ ഇപ്പോഴത്തെ മരമോത്സവം അവിടെ കൊടി കിട്ടുന്നു. അങ്ങനെ അത് പുള്ളി അതുമായി ബന്ധപ്പെട്ട് ആത്മഹത്യ ചെയ്തെന്നാണ് പറയുന്നത്. സത്യാവസ്ഥ ഞാനത് നിങ്ങൾ മാധ്യമങ്ങളൊന്ന് തിരക്കിക്കോ. ഞാൻ പറയുന്ന അതേപടി നിങ്ങൾ വിശ്വസിക്കരുത്. എനിക്ക് കിട്ടിയൊരു ഒരാളിൽ നിന്ന് കിട്ടിയൊരു വിവരമാണ്. ഞാൻ ഇതുമായി ബന്ധപ്പെട്ട വില്ലേജ് ഓഫീസിൽ അന്വേഷിക്കുകയുണ്ടായി. നമ്മുടെ ഏതെങ്കിലും വസ്തു ആറാം നടപടികൾക്ക് വിധേയമായിട്ടുണ്ടെങ്കിൽ ആ വസ്തുവിന്റെ വിവരങ്ങൾ വില്ലേജ് ഓഫീസിൽ നമുക്ക് ലഭ്യമാവും. ഞാൻ വില്ലേജ് ഓഫീസറെ വിളിച്ച് ചോദിച്ചു, സാർ അങ്ങനെ എന്തെങ്കിലും നടപടികൾ ഈ വസ്തുവിലുണ്ടോ? ഒരു നടപടിയുമില്ല. ബാങ്കിലുണ്ട്. ഞങ്ങളുടെ ബാങ്കിൽ ഒരു ഏകദേശം 1000-ൽ പരം ലോണുകൾ കൊടുത്തിട്ടുണ്ട്. 11,000-ൽ പരം മെമ്പർഷിപ്പ് ഉണ്ട്. 1000 പേർക്കോളം ആൾക്കാർക്ക് ഞങ്ങൾ ലോൺ കൊടുത്തിട്ടുണ്ട്. ഒരു ആളിന്റെ പേരിലും ഒരു ജപ്തി നടപടി ഇന്നേ ദിവസം വരെ ചെയ്തിട്ടില്ല. നടപടികൾ ആർബിട്രേഷൻ കേസും കാര്യങ്ങളുമായിട്ട്
നമ്മൾ AR ഓഫീസിലൊക്കെ കിടപ്പുണ്ട് എന്നുള്ളതല്ലാതെ ഒരു ജപ്തി നടപടിയിലേക്ക് നമ്മൾ പോയിട്ടില്ല. അത് മാത്രമല്ല ഗവൺമെന്റ് നയവും ഇപ്പൊ അങ്ങനെ തന്നെയാണ്. വീടുള്ള വസ്തുക്കൾ ജപ്തി ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. ആ നയമാണ് അതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ കഴിഞ്ഞ ദിവസം കൊല്ലത്ത് വെച്ച് രജിസ്ട്രാറൊക്കെ വന്നൊരു മീറ്റിംഗ് ഉണ്ട്. ആ മീറ്റിംഗിൽ അവർ പറഞ്ഞു വീടുള്ള വസ്തുക്കൾ നിങ്ങൾക്ക് ജപ്തി ചെയ്യാൻ പാടില്ല. പക്ഷേ ദൗർഭാഗ്യം എന്ന് പറയട്ടെ, സഹകരണ സംഘങ്ങളിലുള്ള വസ്തുക്കൾ ലോണുകളിൽ കൂടുതലും തന്നെ വീടുള്ള വസ്തുക്കളാണ്. സാധാരണക്കാരനാണ് വരുന്നത് 2 ലക്ഷം രൂപ 3 ലക്ഷം രൂപ അല്ലെങ്കിൽ മകളുടെ കല്യാണം അങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് വരുമ്പോൾ വീട് വെച്ച് തന്നെ നമ്മൾ ലോൺ കൊടുത്തിട്ടുണ്ട് പഴയ കാലങ്ങളിൽ. ഇപ്പോൾ എന്നാൽ ഞങ്ങൾ ആ തരത്തിലുള്ള ലോണുകൾ ഒഴിവാക്കുകയും ചെയ്യുന്നു. അപ്പം നിങ്ങൾ തന്നെ മാധ്യമങ്ങൾ തന്നെ അത് കേരളത്തിലെ ഒരു പ്രബലമായ പത്രം, ആ പത്രം ഈ വിഷയത്തില് 4 കോളം ന്യൂസ് അടിച്ചു. ആ 4 കോളം ന്യൂസിൽ 3.25 കോളവും അടിച്ചവനെ കുറിച്ചാണ്, വേട്ടക്കാരനെ കുറിച്ചാണ്. അവിടെ ഇരയില്ല. ഞാൻ ആ പത്രത്തിന്റെ പേര് പറയുന്നു. ആ ഇരയ്ക്ക് വേണ്ടി 4 വരിയും അല്ലാത്ത ആളിന് വേട്ടക്കാരന് വേണ്ടി ആ 4 കോളത്തിന്റെ 3.25 കോളവും ഒഴിഞ്ഞു വെച്ചിരിക്കുകയാണ് ഒരു പ്രധാനപ്പെട്ട മാധ്യമം. അപ്പൊ എന്താണ് ഇതിന്റെ? അപ്പോൾ ജനം എന്ത് ചെയ്യുന്നു? ഇപ്പോൾ ഞാൻ കുറ്റക്കാരനാണ് എന്ന തരത്തിലേക്ക് എന്റെ വീട്ടിൽ പോലും എന്റെ വീട്ടുകാർക്കറിയാം. ഞാൻ അന്ന് ആ വീട്ടിൽ നിന്ന് വൈകിട്ട് തലേ ദിവസം 5 മണിക്ക് വീട്ടിൽ ചെന്നതിന് ശേഷം പിറ്റേ ദിവസം 9:30 ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. വീട്ടുകാർക്കറിയാം. പക്ഷെ മറ്റുള്ള സുഹൃത്തുക്കൾ ഇത് താങ്കൾ എന്തിനാണ് CPM-ന്റെ കൊടിയെടുക്കാൻ പോയത് എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം ഇപ്പോൾ പൊതുസമൂഹത്തിൽ നിലനിൽക്കുന്നു. സത്യസന്ധമായ ഒരു വാർത്ത കൊടുക്കുവാൻ മാധ്യമങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് എങ്ങനെയാണ്? പക്ഷേ ഒരു വിഷയം ഉണ്ടാകുമ്പോൾ അതിന്റെ സത്യസന്ധത, ആധികാരികത മനുഷ്യര് മനസ്സിലാക്കുന്നത് മാധ്യമങ്ങളിൽ നിന്നാണ്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ദൃശ്യമാധ്യമങ്ങളിൽ നിന്നാണ്. വന്ന ന്യൂസുകൾ പലതും വായിക്കുന്ന ആള് അല്ലെങ്കിൽ കാണുന്ന ആള് കൺഫ്യൂഷൻ ആവുകയാണ്. ഒരു പത്രത്തിൽ വന്ന അത് ഞാൻ വാഹനം കൊണ്ടുചെന്ന് ഈ അമലിനെ ഇടിക്കാൻ ശ്രമിച്ചു, എന്റെ താക്കോലിന്റെ കൂട്ടം ഉപയോഗിച്ച് അദ്ദേഹത്തെ ഇടിച്ചു, അദ്ദേഹത്തിന്റെ മൂക്ക്. എന്റെ താക്കോൽ ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു. എന്റെ താക്കോൽ ഞാൻ കാണിക്കാം. ഇതാണ് ഈ വണ്ടിയുടെ താക്കോൽ. ഇതാണ് റിമോട്ടാണ്. അപ്പൊ ഇത് ഉപയോഗിച്ച് ഞാൻ അയാളെ ഇടിച്ചു എന്നാണ് അദ്ദേഹം എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ എന്റെ കൈ പൊക്കിയിട്ടില്ല. ഇന്ന് ആൾക്കാർ നീ ഒരാണല്ലേ, നീ എന്റെ കൈ പൊക്കാൻ എന്നൊക്കെ ചോദിച്ച് പല വിമർശനങ്ങളും വന്നു. പക്ഷെ എനിക്ക് അന്നത്തെ മാനസികാവസ്ഥ അങ്ങനെ ആയിരുന്നില്ല. ഒരു സംഘർഷഭൂമിയിലല്ല ഞാൻ ചെന്നിറങ്ങിയത്. അവിടെ വിഷയമുണ്ടെന്ന് എനിക്കറിയില്ല. ഞാനൊരു പ്രശ്നത്തിന് പോയിട്ടില്ല. അങ്ങനെ ഒരാള് ബാങ്കിലേക്ക് കടന്നു വരുമ്പോൾ എനിക്ക് അന്ന് വളരെ അടിയന്തരമായിട്ടാണ് ഒന്ന് ചെക്ക് ഇട്ട് കൊടുക്കാറുണ്ട്. എങ്ങനെയാണ് ഞാൻ ബാങ്കിൽ വരുന്നത്? ഞങ്ങളുടെ കടന്നു കയറിയ ഒരു സ്ഥാപനത്തിന് ഉള്ളിൽ കടന്നിട്ടില്ല, ഞങ്ങളുടെ ഞങ്ങളുടെ ഉള്ളിൽ വസ്തുവിനകത്ത് കടന്നു കയറിയാണ് എന്നെ ആക്രമിച്ചിട്ടുള്ളത്. എന്നിട്ട് ഇതുവരെ ട്രസ്പാസാണ്. ആ ട്രസ്പാസ് ഉണ്ടായിട്ട് പോലും ആ വിഷയത്തിൽ കേസെടുക്കുവാൻ പോലീസ് തയ്യാറായിട്ടില്ല. അപ്പൊ ഇനിയെങ്കിലും ഇതിന്റെ സത്യാവസ്ഥ പൊതുസമൂഹത്തെ അറിയിക്കണം എന്നുള്ള ഒറ്റ കാരണത്തിലാണ്. പിന്നെ എനിക്ക് തോന്നുന്നു മറ്റൊരു വിഷയം കൂടി ഇവർക്കുണ്ട്. വസ്തു റവന്യൂ റിക്കവറിയിൽ ഉൾപ്പെട്ടതല്ലെന്ന് വില്ലേജ് ഓഫീസിൽ നിന്നുള്ള രേഖകളിൽ വ്യക്തമാണ്. വില്ലേജ് ഓഫീസിൽ ആർക്കു വേണമെങ്കിലും വസ്തുവിന്റെ രേഖകൾ പരിശോധനയ്ക്ക് വിധേയമാക്കാമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.